Hi, hello friends. Very welcome back to the channel. നമ്മൾ ചെയ്തത് ബ്രെഡ് കൊണ്ടൊരു പുഡിംഗ് ആണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് നമ്മളെ പുഡിംഗ് എന്ന് പറയുമ്പോൾ. നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പിലെ അടിപൊളി കിടിലൻ പുഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളും ഇതേ കൂട്ടൊരു പുഡിംഗ് എന്ന വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റർഡ് പൗഡറാണ്. പിന്നെ നമുക്ക് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഷുഗറുണ്ട്. നമ്മുടെ പഞ്ചസാര 1 കപ്പ് പഞ്ചസാരയോളം നമുക്ക് വേണം. പിന്നെ നമുക്കൊരു 6 സ്ലൈസ് ബ്രെഡ്. നിങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ബ്രെഡ് കൂടുതൽ എടുത്താൽ മതി. എൻ്റെ ഇൻഗ്രീഡിയൻസും കൂടുതൽ എടുത്താൽ മതി. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മളെ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ബ്രെഡിൻ്റെ സൈഡല്ല പൊടിച്ചെടുക്കേണ്ടത്, നമുക്ക് നടുക്കത്തെ ഭാഗം മാത്രം മതി. നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കത്തില്ല, അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ നമ്മുടെ വൈറ്റ് പോർഷൻ മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിപ്പിച്ചെടുക്കുക. നമുക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള 3 സ്ലൈസും കൂടെ ഉണ്ട്. നമുക്ക് അത്രയും കൂടെ കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് കൂടുതൽ ബ്രെഡ് എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മിക്സിയിലിട്ട് അതെല്ലാം ഒന്ന് പൊടിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനിയൊന്ന് നമുക്കൊന്ന് ഒരു 1-2 സെക്കൻഡ് ഒന്ന് പൊടിപ്പിച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവം നല്ല വൈറ്റ് പൗഡറായിരിക്കും നമുക്ക് ബ്രെഡിൻ്റെ കിട്ടുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കസ്റ്റർഡ് പൗഡറിൽ ലേശം വെള്ളം ഒഴിച്ചൊന്ന് നമുക്കൊന്ന് കലക്കിയെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കസ്റ്റർഡ് പൗഡർ നമ്മൾ വെള്ളം ഒഴിച്ച് കലക്കി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേനും കട്ട പിടിച്ച് പോകും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അത് കട്ട പിടിച്ച് പോകും. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പാൻ വെച്ച് നമ്മൾ ഷുഗർ ഒന്നിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്യുമ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് മെൽറ്റ് ചെയ്യുക. ഒരു കാരണവശാലും ഫ്ലെയിം കൂടാൻ പാടില്ല. ഫ്ലെയിം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് അതിൽ മാറ്റം വരും. അപ്പോൾ നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ മെൽറ്റ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. കാരണം വെച്ചാൽ അതാണ് അതിൻ്റെ കറക്റ്റ് നമുക്കൊരു അതിൻ്റെ ഗോൾഡൻ കളർ കിട്ടും. അല്ലെങ്കിൽ കരിഞ്ഞു പോകും, ടേസ്റ്റ് മാറും, ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഷുഗർ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നോക്കേണ്ട ഒരു കേക്ക് പാനിലേക്ക് മാറ്റാം. കേക്ക് പാനില്ലെങ്കിൽ നമുക്ക് ഇതേ കൂട്ടൊരു പ്ലേറ്റോ എന്തെങ്കിലും ഉണ്ടായാലും മതി. അപ്പോൾ നമുക്ക് നമ്മുടെ പാനിലേക്ക് മാറ്റാം. ഈ ഷുഗർ മെൽറ്റ് ചെയ്ത് അപ്പം തന്നെ ഒഴിക്കണം. തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് കട്ടിയായിപ്പോവും. അതുപോലെ തന്നെ ആ പാൻ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ചൂടോടെ തന്നെ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഉപയോഗിച്ച് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. കട്ടിയായിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. ആ ചൂടിൽ തന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്താണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ കേക്ക് പാനിൽ മെൽറ്റ് ചെയ്ത് നമ്മൾ ഷുഗർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പുഡിങ്ങിനുള്ള ബാറ്റർ തയ്യാറാക്കാം. പുഡിങ്ങിനുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാൻ വെച്ച് നമുക്ക് പാലൊന്ന് ചൂടാക്കിയെടുക്കണം. നമ്മൾ പാലൊഴിച്ച് ഒന്ന് ചൂടാക്കി നമ്മൾ സാധാരണ നമ്മൾ ചായക്കൊക്കെ തിളപ്പിക്കുന്ന കൂട്ട് തന്നെ നമ്മുടെ പാലൊന്ന് തിളച്ച് വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മളെടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ ഷുഗർ എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച് കൂടുതലോ കുറയ്ക്കുകയോ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൽ ജസ്റ്റ് ഒന്ന് സ്റ്റെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ എടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗർ കൂടുതൽ കുറവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചേർക്കാം. കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ ഷുഗർ ചേർക്കുന്നത്. ഇനി നമ്മൾ ചേർന്ന് നമ്മുടെ കസ്റ്റർഡ് പൗഡറാണ്. കസ്റ്റർഡ് പൗഡറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഒഴിച്ച് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളിങ്ങനെ സ്റ്റെയർ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ആ ഒഴിക്കുന്ന അവിടെ ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കും. അതിനങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതേപോലെ നമ്മൾ പാലിൽ ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കലക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പാലൊന്ന് കട്ടിയാവും, ഒരു തിക്കായിട്ടൊരു ഫോമിലേക്ക് മാറും. എന്നിട്ട് നമ്മുടെ പൊടിപ്പിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ബ്രെഡ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് തട്ടരുത്, കുറേശ്ശെ ഇട്ട് നമ്മളിങ്ങനെ കറക്കി കൊടുക്കേണ്ട എടുക്കാവൂ. സ്പൂൺ ബൈ സ്പൂൺ ഇട്ടേ നമ്മൾ കറക്കാവും. ഒരു കട്ടിയായിട്ട് നമുക്കൊരു
ഒരു തിക്കായിട്ടുള്ള ബാറ്റർ കിട്ടും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ പാലും മറ്റ് സാധനങ്ങളും കൂടുതൽ അടുക്കുകയും ചെയ്യാവും. കണ്ടോ, ഇപ്പോൾ നമ്മുടെ കറക്റ്റ് ഒരു തിക്ക് ബാറ്റർ ആയിട്ടുണ്ട്. നമ്മൾ നല്ല തിക്കായിട്ടൊരു സംഭവം വന്നിട്ടുണ്ട്. കണ്ടോ, വേണമെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ ബ്രെഡും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഈ ഒരു കണ്ടീഷൻ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെച്ചേക്കുന്ന നമ്മുടെ കേക്ക് പാനിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ബാറ്റർ ഫുള്ള് ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്ക് ആ ഒരു സൈസ് കിട്ടത്തുള്ളൂ. വെറുതെ നമ്മൾ ആ ഒരു സൈസ് ഉണ്ടെങ്കിൽ കഴിക്കാനും കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഫുൾ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ എയർ എന്തെങ്കിലും ട്രാപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയി കിട്ടും. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലൊരു പാൻ വെച്ച് വെള്ളം ചൂടാക്കിയിട്ട് നമ്മുടെ റിങ്ങോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റാൻഡ് എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ ഈ പാൻ നമ്മുടെ ടിൻ ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്യുക. ടിൻ ഫോയിൽ വെച്ച് കവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ പേപ്പർ വെള്ളത്തിൻ്റെ അങ്ങനെ ഉള്ളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിൻ ഫോയിൽ വെച്ച് കവർ ചെയ്യുന്നത്. ടിൻ ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് നമുക്ക് ഈ കേക്ക് പാൻ എടുത്ത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. കണ്ടോ, ഇനി നമുക്ക് ഒരു അടച്ച് വെച്ച് ഒരു 15-20 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15-20 മിനിറ്റോളം നമുക്കിങ്ങനെ അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. അപ്പോൾ അത് കേക്കിനകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിൻ ഫോയിൽ വെച്ച് അടച്ച് വെക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് നമ്മുടെ ഒരു റൂം ടെമ്പറേച്ചർ ആകുമ്പോഴത്തേനും നമുക്ക് ഇവനെ എടുത്ത് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വെക്കണം. അതൊരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ വന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് മാറ്റാവും. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഫോയിൽ നമ്മൾ മാറ്റുകയാണ്. സെറ്റായിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് പുഡിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ആ ഷുഗർ സിറപ്പൊക്കെ സൈഡിലിങ്ങനെ കളയാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ മേത്തും ടേബിളിലൊക്കെ വീഴും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്യാനായിട്ട്. അടിപൊളി ഷുഗർ സിറപ്പൊക്കെ ഇങ്ങനെ മെൽറ്റായിട്ട് അതിൻ്റെ പുറത്തിങ്ങനെ ഇതാണ് നമ്മുടെ ബ്രെഡ് പുഡിംഗ് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. കണ്ടോ, ഷുഗർ സിറപ്പൊക്കെ ഇങ്ങനെ വീണിട്ട് അവിടെ കുട്ടീസിനൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് ഗാർണിഷ് ചെയ്യാം. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഗാർണിഷ് ചെയ്യാൻ. ഇപ്പോൾ എല്ലാത്തിനും സ്റ്റാറ്റസ് ഇടുന്നതാണല്ലോ. അപ്പം അത് ഫുഡ് കിട്ടിയാണ് എല്ലാവരും ആദ്യം കഴിക്കുന്നതിന് മുമ്പ് സ്റ്റാറ്റസ് ഇടും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കാരണം കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റാണ്. നമ്മൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നൈഫ് ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ കട്ടായി പോകുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എല്ലാവരും കഴിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്. നിങ്ങളും ഇതേ കൂട്ടൊരു ബ്രെഡ് പുഡിംഗ് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.